സ്പേഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മാറ്റിവെച്ചു. എന്താണ് യഥാർത്ഥ സാങ്കേതിക പ്രശ്നമെന്ന് ISRO വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ പരിശോധനകളും സിമുലേഷനുകളും നടത്തിയ ശേഷമേ ഡോക്കിംഗിലേക്ക് കടക്കൂ. അതിനാലാണ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 9 മാറ്റിയതെന്നും വാർത്താക്കുറിപ്പിൽ ISRO അറിയിക്കുന്നു. ദൗത്യം മാറ്റിവെച്ചതിന് പിന്നാലെ സ്പേഡെക്സ് ഉപഗ്രഹത്തിൽ നിന്നുള്ള പുതിയ വീഡിയോ ഇസ്രോ പുറത്തുവിട്ടു. ഡോക്കിംഗ് സംവിധാനം സ്പേഡെക്സ് 2ാം ഉപഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ജനുവരി 7 സ്പേഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ മുമ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 9 ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം ഇസ്രോ നീട്ടിവെക്കുകയായിരുന്നു. 2024 ഡിസംബർ 30 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച 2 സ്പേഡെക്സ് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന പരീക്ഷണമായിരുന്നു നടത്താനിരുന്നത്. സ്പേഡെക്സ് ദൗത്യത്തിലെ 2 ഉപഗ്രഹങ്ങൾക്കും ഏകദേശം 220 കിലോഗ്രാം വീതമാണ് ഭാരം. വിക്ഷേപിച്ച ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം സാവധാനം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് ISRO കൂട്ടിയോജിപ്പിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.